നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നെല്ലറയിൽ ഒന്നാം വിളയൊരുക്കം പ്രതിസന്ധിയിൽ. രണ്ടാം വിള നെല്ലുവില വിതരണം വൈകുന്നത് സാമ്പത്തികമായി കർഷകർക്ക് കനത്ത തിരിച്ചടിയായി. കാലവർഷം നേരത്തെ എത്തുമെന്ന പ്രവചനം കൂടിയെത്തിയതോടെ കാർഷിക മേഖലയിൽ മ്ലാനത. കാഴ്ചവിരുന്നായി മുളയൻകാവ് കാളവേല. ദൃശ്യവിസ്മയങ്ങൾ ആസ്വദിക്കാനെത്തിയത് ആയിരങ്ങൾ. അപൂർവതയായി ഇരുനിലങ്കോട് ചന്ദ്രപൊങ്കാല. കല്ലക്കാട് കിഴക്കഞ്ചേരിക്കാവിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രം. വാർത്തകൾ വിശദമായി. നെല്ലറയിൽ ഒന്നാം വിളയൊരുക്കം പ്രതിസന്ധിയിൽ. രണ്ടാം വിള നെല്ല് വില വിതരണം വൈകുന്നത് ഒന്നാം വിള ഒരുക്കത്തിന് തിരിച്ചടിയായത്. പാലക്കാട് ജില്ലയിലെ മാത്രം 100 കണക്കിന് കർഷകരാണ് പ്രതിസന്ധി നേരിടുന്നത്. വേനൽ മഴ ലഭിച്ചതോടെ വിളയിറക്കാനായി പാടങ്ങൾ ഉഴുത് തയ്യാറാക്കി തുടങ്ങിയെങ്കിലും കൃഷിച്ചെലവിനുള്ള പണം കണ്ടെത്താൻ നെട്ടോട്ടത്തിലാണ് കർഷകർ. വയൽ ഉഴുതുമറിക്കുന്നതിനും വരമ്പുകൾ ബലപ്പെടുത്തുന്നതിനുമെല്ലാം പണം കണ്ടെത്തണം. 1 കിലോ നെൽവിത്തിന് 40 മുതൽ 45 രൂപ വരെയാണ് വില. 1 ഏക്കറിന് 30 കിലോ നെൽവിത്തെങ്കിലും വേണം. രണ്ടാം വിള നെല്ല് സംഭരിച്ചതിന്റെ വില വിതരണം വൈകുന്നതാണ് കർഷകരെ സാമ്പത്തികമായി ഞെരുക്കുന്നത്. പാലക്കാട് ജില്ലയിൽ മാത്രം 100 കണക്കിന് കർഷകരാണ് പ്രതിസന്ധി നേരിടുന്നത്. ജില്ലയിൽ മാർച്ച് 31 വരെ അംഗീകരിച്ച PRSൽ നെല്ലുവില നൽകിയാൽ പോലും 11,364 കൃഷിക്കാർക്കാണ് തുക ലഭിക്കുക. മാർച്ച് 15 ശേഷം അംഗീകരിച്ച PRSകളിൽ SBI മുഖേന മാത്രമേ വില വിതരണത്തിന് നടപടിയായിട്ടുള്ളൂ. കനറ ബാങ്കിൽ അക്കൗണ്ടുള്ള കൃഷിക്കാർക്ക് തുക വിതരണം ആരംഭിച്ചിട്ടില്ല. രണ്ടാം വിളയിൽ 52,000-ൽ പരം കൃഷിക്കാരിൽ നിന്നാണ് നെല്ലെടുത്തിട്ടുള്ളത്. ഇതനുസരിച്ച് മാത്രം 40,000-ലേറെ കൃഷിക്കാർക്ക് നെല്ലുവില നൽകാനുണ്ട്. ഇത്തവണ കാലവർഷം നേരത്തെ എത്തുമെന്നാണ് പ്രവചനമെന്നതും കർഷകർക്ക് ആശങ്കയാകുന്നു. ഈ മാസം അവസാനത്തോടെ ഞാറ്റടി തയ്യാറാക്കി തുടങ്ങണം. ഇതിനെല്ലാം തുക വേണം. ഇതിനായി നെട്ടോട്ടമോടുകയാണ് കർഷകർ. നേരത്തെ നടത്തിയ അധ്വാനത്തിൻ്റെ പണം കിട്ടാതെ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ദൃശ്യവിരുന്നായി മുളയൻകാവ് കാളവേല. രാത്രി 11 മണിയോടെയാണ് കാളപ്രദക്ഷിണം ആരംഭിച്ചത്. പുറമത്ര ദേശം വകയായിരുന്നു ഇത്തവണ വലിയ കാളവേല. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെ കാളവേല കൊട്ടിയറിയിച്ചു. വൈകിട്ട് സംഗീതാർച്ചന, ഡബിൾ തായമ്പക എന്നിവയ്ക്ക് ശേഷം രാത്രി 11 മണിയോടെ കാളപ്രദക്ഷിണം ആരംഭിച്ചു. അടിയന്തരക്കാർ, പാലക്കുറിശി നായർ, വെളിച്ചപ്പാടുമാർ, വിവിധ ദേശപ്രതിനിധികൾ എന്നിവരുടെ അകമ്പടിയോടുകൂടിയായിരുന്നു കാളകളുടെ പ്രദക്ഷിണം. മുളയൻകാവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് കാളവേല. വർണ്ണ വെളിച്ചങ്ങളുടെ അകമ്പടിയിൽ കാളവേല ദൃശ്യവിരുന്നായി. കാളയിറക്കത്തിന് ശേഷം രാവണവധത്തോടെ തോൽപ്പാവക്കൂത്തിനും സമാപനമായി. ഇന്നാണ് പൂരം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ BRC അധ്യാപക സംഗമം ഷൊർണൂർ സെന്റ് തേരേസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർമാൻ NK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായാണ് അധ്യാപക സംഗമം സംഘടിപ്പിക്കുന്നത്. ഷൊർണൂർ സെന്റ് തേരേസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഷൊർണൂർ BRC അധ്യാപക സംഗമം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 2, 4, 6, 8, 10 ക്ലാസ്സുകളിലേക്കുള്ള പുസ്തകങ്ങൾ ഇപ്പൊ തന്നെ കുട്ടികളുടെ കയ്യിലെത്തി. ഒരുപക്ഷെ 9 വർഷങ്ങൾക്ക് മുമ്പാണ് സ്കൂള് തുറന്ന് 2 മാസം കഴിഞ്ഞ് പുസ്തകം കിട്ടാത്ത പ്രശ്നങ്ങൾ നമുക്ക് കേരളത്തിലുണ്ടായി. അവിടെ നിന്നാണ് നമ്മൾ മാറി. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. AEO BT ബിന്ദു സ്വാഗതം പറഞ്ഞു. സെന്റ് തേരേസ് സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ബ്ലൂബെൽ തോമസ്, പ്രിൻസിപ്പാൾ D സിമി, ഷൊർണൂർ BPC K വേണു തുടങ്ങിയവർ സംസാരിച്ചു. 5 ദിവസങ്ങളിൽ സെന്റ് തേരേസ് സ്കൂളിലാണ് അധ്യാപക സംഗമം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അപൂർവ അമ്പലങ്ങളിൽ മാത്രം നടന്നുവരുന്ന ചന്ദ്രപൊങ്കാല മഹോത്സവത്തിന് ഇരുനിലങ്കോട് മഹാദേവ ക്ഷേത്രം
വേദിയായി. മേടമാസത്തിലെ പൗർണമി നാളിൽ ഉദിച്ചുയർന്ന ചന്ദ്രനെ കൈകൂപ്പി തൊഴുതിന് ശേഷമാണ് വൈകിട്ട് 6 മണിക്ക് പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചത്. ക്ഷേത്രം ശാന്തി രാജീവ് പൂജ ചെയ്ത ശേഷം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിനീത വിജീഷ് നിലവിളക്ക് കൊളുത്തി. നൂറുകണക്കിന് സ്ത്രീകൾ തയ്യാറാക്കിയ അടുപ്പിലേക്ക് പിന്നീട് തീ പകർന്നതോടെ ചന്ദ്രപ്പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. മൺകുടുക്കയിൽ വെള്ളവും ഉണങ്ങലരിയും തിളപ്പിച്ച് ആദ്യം വരുന്ന പത പുറത്തുപോയാൽ 1 വർഷത്തെ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞു എന്നാണ് ഐതിഹ്യം. ഇതോടെ കൈകൂപ്പി നിന്ന് നാമജപം ഉച്ചത്തിൽ ചൊല്ലും. ശർക്കരയും നെയ്യും മറ്റു സാമഗ്രികൾ വേവിച്ചതിനു ശേഷം വീട്ടിലേക്ക് ഓരോ ഭക്തരും പായസം കൊണ്ടുപോകും. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് PS രാഘവൻ, സെക്രട്ടറി MV ദേവദാസൻ, ട്രഷറർ VK ശിവദാസ്, ക്ഷേത്രസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പിരായിരി കല്ലേക്കാട് കിഴക്കഞ്ചേരിക്കാവിലെ പ്രതിഷ്ഠാദിന മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. സ്വാമി കൃഷ്ണാനന്ദജിയുടെ കാർമ്മികത്വത്തിൽ നടന്ന സർവ്വ ഐശ്വര്യവിളക്ക് പൂജയ്ക്ക് നിരവധി പേർ പങ്കെടുത്തു. NCPS കോങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് നാസർ അത്താപ്പ നയിക്കുന്ന വികസന സന്ദേശയാത്ര പ്രയാണം ആരംഭിച്ചു. സന്ദേശയാത്ര 14 വൈകിട്ട് തച്ചമ്പാറയിൽ സമാപിക്കും. പറളിയിൽ നിന്നും തുടങ്ങിയ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. വികസന സന്ദേശയാത്ര NCPS സംസ്ഥാന ജനറൽ സെക്രട്ടറി PA റസാഖ് മൗലവി ജാഥ ക്യാപ്റ്റൻ നാസർ അത്താപ്പയ്ക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PK സായി പ്രസാദ് അധ്യക്ഷനായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിച്ചും രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്നതിനായും കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും കേരളത്തോടുള്ള അവഗണനയും തുറന്നുകാണിച്ചും പുതിയ കാലത്തെ വെല്ലുവിളികളായ രാസലഹരിയുടെയും തീവ്രവാദത്തിന്റെയും ഭവിഷ്യത്തുകൾ പൊതുസമൂഹത്തെ ഉണർത്തിക്കൊണ്ടുമാണ് യാത്ര കടന്നുവരുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി TN ശിവശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി. ആദ്യ ദിനം മങ്കര, പത്തിരിപ്പാല, മണ്ണൂർ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. മണ്ണൂർ പള്ളിപ്പടയിൽ നടന്ന സ്വീകരണ യോഗം സംസ്ഥാന സെക്രട്ടറി വല്ലഭൻ ഉദ്ഘാടനം ചെയ്തു. ഉച്ചവരെ ഉണ്ടായിരുന്ന ഒരു പ്രാഥമികമായ ചികിത്സ മാത്രം ലഭിച്ചിരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളായിരുന്നു. അതെല്ലാം ഉച്ചതിരിഞ്ഞും ചികിത്സ ലഭിക്കാൻ സാധ്യതയുള്ള രീതിയിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി സാധാരണക്കാരന് ഏറ്റവും ഉപകാരപ്രദമാക്കുക. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, റോഡ് ഉൾപ്പെടെയുള്ള മറ്റ് പശ്ചാത്തല മേഖലകളിൽ ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടന്ന മറ്റൊരു കാലഘട്ടമുണ്ട്. ഇത് ഏവർക്കും നഗ്ന നേത്രങ്ങളാൽ കാണാൻ കഴിയാവുന്ന കാര്യം. വി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ജാഥ ക്യാപ്റ്റന് ഹാരാർപ്പണം നടത്തി. A+ നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു. CPM മണ്ണൂർ ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ, നേതാക്കളായ P മൊയ്തീൻകുട്ടി, ഷൗക്കത്ത് അലി കുളപ്പാടം, മാത്യു മാസ്റ്റർ, ദിവാകരൻ, അബ്ദുൽ നാസർ, PA അബ്ദുള്ള, P അബ്ദുൽ റഹ്മാൻ, മണ്ണൂർ പഞ്ചായത്ത് അംഗം ഷഫീന നജീബ്, അഷ്റഫ് മാസ്റ്റർ, MT സണ്ണി, O മുഹമ്മദ്, മുസ്തഫ കോലാനി, സയ്യിദ് അലവി, യാസിൻ, പ്രേമൻ, അഫ്സൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി SJN നജീബ് സ്വാഗതവും ജാഥ ക്യാപ്റ്റൻ നാസർ അത്താപ്പ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരളത്തിലെ സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളെ സമ്പുഷ്ടമാക്കുന്ന ശ്രീകൃഷ്ണപുരം സാഹിത്യോത്സവം മെയ് 16, 17, 18 തീയതികളിലായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഗാന്ധിയൻ ദർശനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന സാഹിത്യോത്സവം സത്യം സാഹിത്യം ശ്രീകൃഷ്ണപുരം എന്ന ആശയത്തിലാണ് സംഘടിപ്പിക്കുന്നതെന്നും ക്യൂറേറ്റർ സന്ദീപ് വാര്യരും ചെയർമാൻ P ഹരിഗോവിന്ദനും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശ്രീകൃഷ്ണപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സർഗലയ കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് ശ്രീകൃഷ്ണപുരം സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത്. സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ ആശയധാരകളെ ഭാവി കേരളത്തിൻ്റെ ഭൗതിക വിനിമയത്തിനും സാംസ്കാരിക മുന്നേറ്റത്തിനും ഉപയുക്തമാക്കുകയാണ് ലക്ഷ്യം. സാമ്പത്തിക ശാസ്ത്രം, കല, സാഹിത്യം, സിനിമ, സ്പോർട്സ്, സംഗീതം, ചരിത്രം തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ എല്ലാ പക്ഷത്തുമുള്ളവർക്ക് ആശയവിനിമയവും സംവാദവും ചർച്ചകളും നടത്താൻ വേദിയുണ്ടാകും. വ്യത്യസ്ത മേഖലകളിലെ പ്രഗത്ഭരായ 100ഓളം പേർ സാഹിത്യോത്സവത്തിൻ്റെ 3 ദിനങ്ങളുടെ ഭാഗമാകും. വർത്തമാന കാലഘട്ടത്തിലെ ചലിക്കുന്ന ചർച്ചകളാകുന്ന വിഷയങ്ങളോടൊപ്പം പൂരം, താളം, ഐതിഹ്യം എന്നിവയെല്ലാം സാഹിത്യോത്സവത്തിന്റെ ഭാഗമാണെന്നും ഇരുവരും പറഞ്ഞു. പാലക്കാട്ടെയും മലപ്പുറത്തെയും തൃശ്ശൂരിലെയും ഒക്കെ ഗ്രാമീണ മേഖലയിൽ അടക്കമുള്ള ആളുകളുടെ ഒരു വലിയ പങ്കാളിത്തം ഇതിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 3 ദിവസം നടക്കുന്ന ഈ സാഹിത്യോത്സവത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം, മാധ്യമങ്ങളുടെ സഹകരണം ഉണ്ടാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.
മറ്റൊന്ന്, ഈ സാഹിത്യോത്സവത്തിന്റെ തീമുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ ഹരിഗോവിന്ദൻ മാസ്റ്റർ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ സാഹിത്യോത്സവത്തിന്റെ തുടക്കത്തിൽ ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യം, ഈ സാഹിത്യോത്സവത്തിന്റെ ഒരു അടിസ്ഥാന ആശയം ഗാന്ധിയൻ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടായിരിക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകളിലെല്ലാം തന്നെ, ഈ വിഷയങ്ങളിലെല്ലാം തന്നെ പരമാവധി ഗാന്ധിയൻ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചിന്തകൾ ഉണ്ടായിരിക്കും. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചർച്ചകളായിരിക്കും മുന്നോട്ട് പോകുക. ട്രഷറർ സുരേഷ് തെങ്ങുംതോട്ടം, ജനറൽ കൺവീനർ പി ഗിരീഷ്, ഇ ഗോപാലകൃഷ്ണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുള്ളൂർക്കര, കണ്ണമ്പാറ, കടമക്കുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രം തന്ത്രി ബാലകൃഷ്ണ പൈ സ്വാമിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രം തന്ത്രി ബാലകൃഷ്ണ പൈ സ്വാമിയുടെ കാർമ്മികത്വത്തിൽ പൂജാകർമ്മങ്ങൾ നടന്നു. തുടർന്ന് ഉച്ചയ്ക്ക് മഹാ അന്നദാനവും വൈകിട്ട് 4 മണിക്ക് ഗജവീരൻ വടക്കുനാഥൻ ശിവന്റെ അകമ്പടിയോടെ ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. ഗംഭീര പഞ്ചവാദ്യവുമുണ്ടായിരുന്നു. നാടൻപാട്ട് സംഘത്തിന്റെ നാടൻപാട്ട് ഉണ്ടായിരുന്നു. ഫാൻസി വെടിക്കെട്ടും കണ്ടതിനു ശേഷമാണ് ഭക്തർ മടങ്ങിയത്. പ്രസിഡന്റ് സി രാധ ഓങ്ങനാട്ട് ചാക്കത്ത്, സെക്രട്ടറി KR അരുൺ കതിരാക്കോട്ടിൽ, ട്രഷറർ സാവിത്രി രാജൻ തെക്കേക്കര, മറ്റു ഭാരവാഹികളും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നെല്ലറയിൽ ഒന്നാം വിളയൊരുക്കം പ്രതിസന്ധിയിൽ. രണ്ടാം വിള നെല്ലുവില വിതരണം വൈകുന്നത് സാമ്പത്തികമായി കർഷകർക്ക് കനത്ത തിരിച്ചടിയായി. കാലവർഷം നേരത്തെ എത്തുമെന്ന പ്രവചനം കൂടിയെത്തിയതോടെ കാർഷിക മേഖലയിൽ മ്ലാനത. കാഴ്ചവിരുന്നായി മുളയൻകാവ് കാളവേല. ദൃശ്യവിസ്മയങ്ങൾ ആസ്വദിക്കാനെത്തിയത് ആയിരങ്ങൾ. അപൂർവതയായി ഇരുനിലങ്കോട് ചന്ദ്രപൊങ്കാല. കല്ലക്കാട് കിഴക്കഞ്ചേരിക്കാവിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തി സാന്ദ്രം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.